ലോകം ഇന്ന് വരെ കണ്ടിട്ടുള്ളതെന്ന് വെച്ച് ഏറ്റവും സങ്കീർണവും ഭയാനകവുമായ ഒരു യുദ്ധമുഖത്തിലൂടെയാണ് പശ്ചിമേഷ്യ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ ഏകദേശം 40 ദിവസമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ ആധുനിക യുദ്ധചരിത്രത്തിലെ എല്ലാ മുൻവിധികളെയും തിരുത്തി കുറിക്കുന്ന ഒരു നിർണായക യാഥാർത്ഥ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ലോകത്തിലെ ഏത് രാജ്യത്തെയും വെന്ത് വെണ്ണീറാക്കാൻ കെൽപ്പുള്ള വ്യോമശക്തി മാത്രം കൈവശമുണ്ടെന്ന് കരുതിയ അമേരിക്കയ്ക്ക് ഇറാൻ എന്ന ഇച്ഛാശക്തിയോടുള്ള രാജ്യത്തിന് മുന്നിൽ അടിതെറ്റുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആധുനിക ആയുധശേഖരവും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബജറ്റും കൈവശമുണ്ടെങ്കിലും ഇറാനെ മുട്ടുകുത്തിക്കാമെന്ന ഡൊണാൾഡ് ട്രംപിന്റെയും അതുപോലെ തന്നെ പെന്റഗണിന്റെയും കണക്ക് കൂട്ടലുകൾ പാടെ പാളിപ്പോയിരിക്കുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് അമേരിക്ക തളർന്നിരിക്കുന്നു, അവശരായിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാന്റെ ചങ്കുറ്റത്തിന് മുന്നിൽ ഇനി പിടിച്ചു നിൽക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. യാതൊരു തരത്തിലുള്ള തന്ത്രപരമായ മുന്നേറ്റവും നടക്കാനാകാതെ ലോകത്തിന് മുന്നിൽ അമേരിക്കൻ സാമ്രാജ്യം ഇപ്പോൾ വിയർക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ് ഓപ്പറേഷൻ എപ്പിക് ഫ്യൂരി എന്ന പേരിൽ അമേരിക്ക ഇറാനെതിരെ അതിശക്തമായ ആക്രമണം തന്നെ അഴിച്ചുവിട്ടത്. ആയിരക്കണക്കിന് ലക്ഷ്യങ്ങൾ തകർത്തുവെന്നും ഇറാന്റെ നട്ടലൊടിച്ചുവെന്നും വാഷിംഗ്ടൺ അവകാശപ്പെടുമ്പോഴും യാഥാർത്ഥ്യം മറ്റൊന്നായിരുന്നു. ഇറാന്റെ പ്രതിരോധ ശേഷി തരുമ്പും തകരാതെ ഓരോ ആക്രമണത്തിനും 5 ഇരട്ടി പ്രകടനശേഷിയോടെ മറുപടി നൽകാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ യുദ്ധം നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്നത്. 13,000-ലധികം ലക്ഷ്യങ്ങൾ തങ്ങൾ ആക്രമിച്ചുവെന്ന് അമേരിക്ക വീരവാദം മുഴക്കുമ്പോഴും അമേരിക്കൻ സൈനിക സംവിധാനങ്ങൾക്ക് നേരിട്ട ആൾനാശവും സാമ്പത്തിക നഷ്ടവും അക്കമിട്ട് നിരത്തിയാൽ ആർക്കും അത്ഭുതം തോന്നുന്ന കാര്യം കൂടിയാണ്. ഏറ്റവും നൂതനമായ നിരീക്ഷണ സംവിധാനമാണ് അമേരിക്ക അഭിമാനിച്ചിരുന്ന MQ-4C ട്രൈറ്റൻ എന്ന് പറയുന്ന നിരീക്ഷണ ഡ്രോൺ. ഇത് ഇറാൻ തകർത്ത് വീഴ്ത്തിയത് വെറും ഒരു സാങ്കേതിക തിരിച്ചടി ആയിരുന്നില്ല. അത് അമേരിക്കയുടെ അഭിമാനമായ വ്യോമസമ്പത്തിനേറ്റ മാരകമായ ആഘാതം കൂടിയാണ്. $100 മില്യൺ വില വരുന്ന ഇത്തരം അത്യാധുനിക സംവിധാനങ്ങൾ പോലും ഇറാന്റെ റഡാർ കണ്ണുകളിൽ നിന്നും രക്ഷപ്പെടില്ലെന്നും അവരുടെ പ്രതിരോധത്തിന് മുന്നിൽ ഇവ സുരക്ഷിതമല്ലെന്നുമുള്ള ധാരണ ഇന്ന് ശക്തമായിരിക്കുകയാണ്. ഇതിലും വലിയ പ്രഹരമാണ് അമേരിക്കയുടെ വിശ്വസ്ത ഡ്രോണുകളായ MQ-9 റിപ്പർ അതുപോലെ നേരിട്ടിരിക്കുന്നത്. അവിടെ വലിയ തരത്തിലുള്ള നിരീക്ഷണത്തിനും കൃത്യമായ മിസൈൽ ആക്രമണങ്ങൾക്കും അമേരിക്ക ലോകമെമ്പാടും ഉപയോഗിച്ചിരുന്ന ഈ ഡ്രോണുകൾ ഇറാന്റെ ആകാശത്ത് പട്ടം പോലെ വെടിവെച്ചിടപ്പെടുകയും ചെയ്തു. കോടിക്കണക്കിന് ഡോളർ വിലയുള്ള ഓരോ യൂണിറ്റും തകരുമ്പോഴും അമേരിക്കൻ ഖജനാവിലേക്കുന്ന ആഘാതം ചെറുതൊന്നുമല്ല. ഈ യുദ്ധം ലോകത്തിന് കാട്ടിക്കൊടുത്തത് വില കൂടിയ അത്യാധുനിക ആയുധങ്ങൾ പോലും ചെറിയ ചിലവുള്ള ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് മുന്നിൽ എത്രത്തോളം ദുർബലമാണ് എന്നുള്ളതാണ്. ആധുനിക യന്ത്രങ്ങളെ അസമമായ യുദ്ധമുറകൾ കൊണ്ട് ഇറാൻ നേരിടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനമാണെന്ന് വിശേഷിക്കപ്പെടുന്ന F-35 പോലും ഇറാന്റെ ഗ്രൗണ്ട് ഫയറുകൾ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടേണ്ടി വന്നു എന്നുള്ളതും അല്ലെങ്കിൽ കഷ്ടപ്പെടേണ്ടി വന്നു എന്നുള്ളത് അമേരിക്ക വർഷങ്ങളായി വിവരണം ചെയ്യുന്ന സാങ്കേതിക അജ്ഞതയെ ഇമേജിന് ഒരു വലിയ ചോദ്യചിഹ്നമായി കൂടി മാറിയിരിക്കുകയാണ്. അവിടെ ഇറാനെ സംബന്ധിച്ചോളം അവരുടെ ചെറിയ നാമമാത്രമായ സംവിധാനങ്ങൾ വെച്ച് അമേരിക്കയുടെ വലിയ വലിയ വിമാനങ്ങളെ പോലും അടിച്ചിടുന്നത് അമേരിക്കയ്ക്ക് അമ്പാടെ വലിയ നഷ്ടമുണ്ടാക്കുന്നവർ തന്നെ വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സ്റ്റെൽത്ത് കരുത്തുണ്ടെന്ന് പറയപ്പെടുന്ന ഈ വിമാനങ്ങൾക്ക് പോലും ഇറാന്റെ പ്രതിരോധ വലയത്തിൽ പതർന്നു എന്നുള്ളതും പെന്റഗണിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുമുണ്ട്. യുദ്ധത്തിലെ ഫൈറ്റർ ജെറ്റുകൾ മാത്രം പോരാ എന്നും അവയെ സഹായിക്കുന്ന പിൻനിര സംവിധാനങ്ങൾ പ്രധാനമാണെന്നും FA-50E അതുപോലെ തന്നെ KC-135 ടാങ്കറുകൾ, E-3 സെൻട്രി ഫോളുകൾ അതുപോലുള്ള റഡാർ സംവിധാനങ്ങളെല്ലാം ഇവയെല്ലാം നേരിട്ട നഷ്ടങ്ങൾ എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് വ്യോമസേനയുടെ നട്ടലൊടിക്കുന്നത് കൂടിയാണ്. യുദ്ധവിമാനങ്ങൾക്ക് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന ടാങ്കറുകളെയും നിരീക്ഷണ വിമാനങ്ങളെയും ഇറാൻ ലക്ഷ്യം വെച്ചതോടെ അമേരിക്കയുടെ വ്യോമ പ്രവർത്തനങ്ങളുടെ മുഴുവൻ ശൃംഖലയും താറുമാറാകുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഇറാൻ വെറും വിമാനങ്ങളെയല്ല മറിച്ച് യുദ്ധം നിയന്ത്രിക്കുന്ന നാഡീവ്യൂഹത്തെ തന്നെയാണ് ആക്രമിച്ചിരിക്കുന്നത്. ഒരു യുദ്ധത്തിൽ വിമാനങ്ങൾ മാത്രം പറന്നാൽ പോരാ, അവയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന വിപുലമായ സപ്പോർട്ട് സിസ്റ്റം വേണമെന്നതും ആ സിസ്റ്റത്തെ തന്നെ തകർക്കുക വഴി ഇറാൻ അമേരിക്കയെ ശ്വാസം മുട്ടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായതും. ഇറാന്റെ ഏറ്റവും വലിയ കരുത്ത് അവരുടെ അസമമായ പ്രതിരോധ തന്ത്രങ്ങൾ കൂടിയായിരുന്നു. അമേരിക്ക പോലെ അവർക്ക് ഡസൻ കണക്കിന് വിമാനക്കപ്പലുകളോ വലിയ വ്യോമസേനയോ ഒന്നുമില്ലായിരിക്കാം. പക്ഷേ അവരുടെ മിസൈലുകളും ഡ്രോണുകളും മൊബൈൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമെല്ലാം ഭൂമിശാസ്ത്രപരമായ നേട്ടവും ചേർന്ന് സങ്കീർണമായ ഒരു പ്രതിരോധ വലയം തന്നെ തീർത്തിട്ടുമുണ്ട്. ദശകങ്ങളായി ഉപരോധങ്ങൾക്കിടയിലും തളരാതെ ഇറാൻ വികസിപ്പിച്ചെടുത്ത ആഭ്യന്തര ആയുധ നിർമ്മാണ ശേഷി ഇന്ന് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന കൂടിയാണ്. അമേരിക്കൻ പ്രകോപനങ്ങൾ ഇറാനെ തകർക്കുമെന്ന് കരുതിയവർക്കെല്ലാം തെറ്റുന്ന സാഹചര്യമുണ്ടായി. ആ സമ്മർദ്ദം അവരെ കൂടുതൽ സ്വയം പര്യാപ്തരാക്കി എന്ന് വേണം ഇവിടെ എടുത്തു പറയാനും. തദ്ദേശീയമായി നിർമ്മിച്ച അത്യാധുനിക മിസൈലുകൾ അമേരിക്കയുടെ ഏത് യുദ്ധക്കപ്പലിനെയും വെല്ലുവിളിക്കാൻ ഇറാന് കരുത്ത് നൽകുന്നത് കൂടിയാണ്. യുദ്ധം കേവലം വെടിവെപ്പിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ആഗോള നയതന്ത്ര വേദിയിൽ ഇപ്പോൾ സജീവമായി ചർച്ച വിരാമത്തെക്കുറിച്ചും അല്ലെ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കാമെന്നതിനെ കുറിച്ചും ഇറാന്റെ മരവിപ്പിച്ച വിദേശ ആസ്തികളെല്ലാം കുറിച്ചുമാണ്. പതിറ്റാണ്ടുകളായി ഉപരോധങ്ങളുടെ പേരിൽ അമേരിക്ക തടഞ്ഞു വെച്ചിരിക്കുന്ന $100 ബില്യൺ അല്ലെങ്കിൽ ആ ഡോളർ വരുന്ന സ്വത്തുക്കളെല്ലാം തിരികെ ലഭിക്കാതെ യാതൊരു നയതന്ത്ര വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ഇറാൻ
ഐക്യകണ്ഠമായി പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ അവസാന വാക്കായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ട്രംപിന്റെ സംഘത്തിന്റെ കുതന്ത്രങ്ങളെല്ലാം നടക്കുന്നത്. ഇതൊരു സാമ്പത്തിക വിഷയം മാത്രമല്ല, ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെ പ്രശ്നം കൂടിയാണ്. 1979 മുതൽ ആരംഭിച്ച ഈ സാമ്പത്തിക ആയുധവൽക്കരണം ഇറാന്റെ സാധാരണ ജനങ്ങളുടെ ജീവിതത്തെയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. കറൻസി മൂല്യ തകർച്ചയും വിലക്കയറ്റവും മരുന്നുകളുടെ ക്ഷാമവുമെല്ലാം അനുഭവിച്ച ജനതയ്ക്ക് വേണ്ടി തങ്ങളുടെ അവകാശപ്പെട്ട സമ്പത്ത് തിരിച്ചു പിടിക്കാൻ ഇറാൻ ഇപ്പോൾ പോരാടുകയാണ്. ഏകദേശം $100 ബില്യൺ മുകളിൽ വരുന്ന ഈ തുക ഇറാന്റെ ഊർജ്ജ മേഖലയുടെയും അടിസ്ഥാന സൗകര്യങ്ങളുടെയും പുനർനിർമ്മാണത്തിന് അത്യന്താപേക്ഷിതം കൂടിയാണ്. ചൈന, ഇന്ത്യ, ഇറാഖ്, ഖത്തർ തുടങ്ങിയ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇറാന്റെ സമ്പത്ത് ചിതറിക്കിടക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് വിട്ടുകിട്ടുക എന്നത് വെറും ഒരു ബാങ്കിംഗ് ഇടപാടല്ല, മറിച്ച് ഒരു വലിയ ജിയോ പൊളിറ്റിക്കൽ വിജയം കൂടിയാണ്. അമേരിക്കയുടെ ഉപരോധ തന്ത്രങ്ങൾ പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, അത് ഇറാനെ പുതിയ സഖ്യങ്ങളിലേക്കും അതായത് റഷ്യ ചൈന സഖ്യങ്ങളിലേക്കും സ്വയമായി തന്നെ അവരെ പര്യാപ്തതയിലേക്ക് എത്തിക്കുന്നതിലേക്കും നയിച്ചിട്ടുമുണ്ട്. അമേരിക്ക നൽകുന്ന സമ്മർദ്ദത്തിന് വഴങ്ങാൻ തയ്യാറല്ലാത്ത ഇറാൻ തങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സിന്റെ അല്ലെങ്കിൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യാമെന്ന ഭാഗത്തിന് പുല്ലുവിലയാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നീതിയില്ലാത്ത ഉപരോധം തുടർന്നുകൊണ്ട് സമാധാന ചർച്ച നടത്തുന്നത് ശരിയല്ലെന്ന ടെഹ്റാന്റെ നിലപാട് ഇന്ന് ലോകത്തെ പല രാജ്യങ്ങളെയും രഹസ്യമായിട്ടെങ്കിലും പിന്തുണയ്ക്കുന്നുണ്ട്. യുദ്ധത്തിന്റെ ഈ 40-ാം ദിനത്തിൽ അമേരിക്കയ്ക്ക് ഒരു വലിയ പാഠം ഇറാൻ നൽകി കഴിഞ്ഞു. കേവലം ആകാശ മേധാവിത്വം കൊണ്ട് മാത്രം ഒരു രാജ്യത്തെ കീഴടക്കാമെന്ന കാലം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളത്. കുറഞ്ഞ ചെലവിൽ ഉയർന്ന നാശനഷ്ടങ്ങൾ വരുത്തുന്ന ഡ്രോൺ യുദ്ധമുറകളും വികേന്ദ്രീകൃത പ്രതിരോധ സംവിധാനങ്ങളെല്ലാം ഏത് വലിയ സൈനിക ശക്തിയും തകർക്കാൻ പോകുന്നത് കൂടിയാണ്. ഇറാൻ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, പക്ഷേ തുല്യനീതിയിൽ അധിഷ്ഠിതമായ ചർച്ചകളാണ് അവർ അവകാശപ്പെടുന്നത്. വിശ്വാസം പുനഃസ്ഥാപിക്കണമെങ്കിൽ ആദ്യം സാമ്പത്തിക നീതി നടപ്പിലാക്കണമെന്നതാണ് ടെഹ്റാന്റെ കർശനമായ നിലപാട്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ തങ്ങളുടെ ആസ്തികൾ ഓരോ പൈസയും തിരികെ വേണമെന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. ഇത് രാജ്യത്തിന്റെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കുന്ന പോരാട്ടം കൂടിയാണ്. അമേരിക്കൻ വിപണിയിലെ തകർച്ചയും സൈനിക ചെലവുകൾ വർദ്ധിക്കുന്നതും ഡൊണാൾഡ് ട്രംപിന് വലിയ തിരിച്ചടിയാവുക കൂടിയാണ്. ആഭ്യന്തരമായി പോലും അമേരിക്കയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുമുണ്ട്. വെറുമൊരു വാശിക്ക് വേണ്ടി മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്നത് വഴി അമേരിക്ക സ്വന്തം കുഴി തന്നെ തോണ്ടുകയാണെന്നുള്ള ചോദ്യമാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഉയർത്തുന്നത്. ഇറാന്റെ കരുത്തെന്ന് പറയുന്നത് അവരുടെ ജനതയുടെ ഐക്യം കൂടിയാണ്. രക്തസാക്ഷിത്വത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു ജനതയെ ബോംബിട്ടുകൊണ്ട് കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന് ഇറാൻ ഇവിടെ തെളിയിച്ചിരിക്കുകയാണ്. യുദ്ധാനന്തര പുനർനിർമ്മാണത്തെക്കാൾ ഉപരിയായി തങ്ങളുടെ രാജ്യം ഇത്രയും കാലം അനുഭവിച്ച സാമ്പത്തിക നീതികേടിന് പകരം അല്ലെങ്കിൽ പരിഹാരം കാണുകയാണ് ഇറാന്റെ പ്രധാനമായ ലക്ഷ്യം. അവസാനമായി വിശകലനം ചെയ്യുമ്പോൾ ഇത് വെറുമൊരു യുദ്ധമല്ല, മറിച്ച് ലോകക്രമത്തിൽ ശക്തി എന്ന വാക്കിന്റെ അർത്ഥം മാറുന്നതിന്റെ തെളിവ് കൂടിയാണ്. ഏറ്റവും കൂടുതൽ പണവും വില കൂടിയ അതുപോലെ ആയുധങ്ങളും ഉള്ളവനല്ല, മറിച്ച് ഏറ്റവും ബുദ്ധിപരമായി പ്രതിരോധം തീർക്കുന്നവനാണ് യുദ്ധഭൂമിയിലെ യഥാർത്ഥ മേധാവി. ആ വിജയം ഇറാൻ ഇതിനോടകം തന്നെ രുചിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. അമേരിക്കൻ സാമ്രാജ്യത്വം സാമ്പത്തികമായും സൈനികമായും തകർന്നടിയുമ്പോൾ ആത്മവിശ്വാസത്തോടെ ഇറാൻ പറയുന്നു തങ്ങളെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്ന്. അമേരിക്കൻ ഉപരോധം തുടർന്നാലും യുദ്ധം നീട്ടിക്കൊണ്ടു പോയാലും തങ്ങൾ സജ്ജമാണെന്ന് ഇറാൻ ലോകത്തോട് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ അമേരിക്കയ്ക്ക് നിർണായകമാണ്. ഒന്നുകിൽ ഇറാന്റെ അവകാശങ്ങൾ അംഗീകരിച്ച് സമാധാനത്തിന് വഴി തേടുക, അതുമല്ലെങ്കിൽ ആഗോളതലത്തിൽ കൂടുതൽ നാണം കെടുക. പശ്ചിമേഷ്യയിൽ ഈ കനൽ എപ്പോൾ വേണമെങ്കിലും ആളിക്കത്തുകയും ചെയ്യും. ഇറാൻ തന്റെ വജ്രായുധങ്ങൾ ഇനിയും പുറത്തെടുക്കാതിരിക്കുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ ഇനിയും അവർ പുറത്തെടുക്കാൻ കാത്തിരിക്കുകയാണ്. അമേരിക്കയുടെ പ്രതാപം തകർന്നടിയുന്ന ഈ കാഴ്ചകൾ ലോകം അമ്പരപ്പോടെ നോക്കി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ മരവിച്ച ഓരോ ആസ്തിയും തിരികെ ലഭിക്കുന്നത് വരെ ഇറാൻ ഈ പോരാട്ടം തുടരുകയും ചെയ്യും. അത് വെറും പണത്തിന് വേണ്ടിയല്ല, മറിച്ച് തങ്ങളുടെ പരമാധികാരം ലോകം അംഗീകരിക്കുന്നതിന് വേണ്ടി കൂടിയാണ്.